മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ 3 moles ഓഫ് ഈഥേൻ കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. 3 മോള് ഈഥേൻ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ താഴെ പറയുന്ന ഓരോ കാര്യങ്ങളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓരോന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ പറയുന്നത്? 3 മോള് ഈഥേൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഈഥേൻ്റെ മോളിക്കുലർ ഫോമുല അറിയാമല്ലോ, C2H6 ആണ് ഈഥേൻ്റെ മോളിക്കുലർ ഫോമുല. ഈഥേൻ ആരാന്ന് അറിഞ്ഞൂടെ മക്കളെ? CH3 സിംഗിൾ ബോണ്ട് CH3 2 കാർബണുള്ള ആൽക്കേനാണ് ഈഥേൻ. അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നമ്മളിതാ അതിൽ നിന്ന് എന്തൊക്കെ കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ആറ്റം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നോക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ആറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ഇതാ നോക്കിയേ മക്കളെ. 1 മോള് ഈഥേൻ എടുത്താൽ അതിനകത്ത് 2 മോള് കാർബണുണ്ട്, കാർബൺ ആറ്റം ഉണ്ട്. 1 മോൾ ഈഥേനകത്ത് എത്ര കാർബൺ? ഒരു മോളിക്കൂൾ ഈഥേനകത്ത് 2 കാർബൺ ഉണ്ടെങ്കിൽ 1 മോൾ ഈഥേൻ എടുത്താൽ എത്ര കാർബൺ കാണും? 2 മോള് കാർബൺ ആറ്റം കാണും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ 3 മോള് ഈഥേനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിലോ നമുക്ക് എന്താ ചെയ്താൽ മതി? 3 × 2 മോള് കാർബൺ ആറ്റം എന്ന് വെച്ചാൽ എത്ര കാണും? 6 മോള് കാർബൺ ആറ്റം കാണും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒന്നാമത്തെ ആളെ കിട്ടിയേ. രണ്ടാമത്തത് എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം കണ്ടുപിടിക്കാൻ നമുക്ക്. 1 മോള് ഈഥേനെ നമ്മൾ എടുക്കുമ്പോൾ 1 മോൾ ഈഥേൻ്റെ, ഒരു മോളിക്കൂൾ ഈഥേൻ്റെ ഫോമുല എന്തുവാ? C2H6. അതിനകത്ത് 6 ഹൈഡ്രജൻ ആറ്റം കാണും. അപ്പോൾ 1 മോൾ ഈഥേനെ എടുത്താലോ 6 മോള് ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3 മോൾ ഈഥേനെ നമ്മൾ എടുക്കുമ്പോഴോ മക്കളെ? 3 മോൾ ഈഥേനെ നമ്മൾ എടുക്കുവാണെങ്കിൽ 6 × 3 മോള് ഹൈഡ്രജൻ ആറ്റം എന്ന് വെച്ചാൽ എത്രയാ? 18 മോള് ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി 18 മോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ 18 × 6.022 × 10⁻23 നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ഈഥേൻ കണ്ടുപിടിക്കണം. ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ഈഥേൻ എങ്ങനെ കണ്ടുപിടിക്കും? മൂന്നാമത്തത്. ഓക്കെ, നമുക്ക് 1 മോൾ ഈഥേനകത്ത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? 1 മോള് ഈഥേനെ എടുത്താൽ അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് മോളിക്യൂളുകൾ കാണും. 6.022 × 10⁻23 മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളടുത്ത് എന്താ പറയുന്നത്? 3 മോൾ ഈഥേൻ എന്നല്ലേ പറയുന്നത്? 3 മോൾ ഈഥേൻ ആകുമ്പോഴത്തേക്കും എന്താ കാണും? 3 × 6.022 × 10⁻23 അത്രയും കാണും. ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും മക്കളെ? 18 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 18.069 × 10⁻23 അത്രയും മോളിക്യൂളുകൾ ഉണ്ടെന്ന് കാണാൻ പറ്റും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ സംഗതി. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ in mole per liter if it's 20 gram are dissolved in enough water to make a final volume up to 2 liter? ഓക്കെ മക്കളെ, വാട്ട് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ ഇൻ മോൾ പെർ ലിറ്റർ? സോ തീർച്ചയായിട്ടും നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? മൊളാരിറ്റി ആണ് കണ്ടുപിടിക്കാനുള്ളത്. മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, ഇവിടെ സൊല്യൂട്ട് ആരാ? ഷുഗർ ആണ്, ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ചെയ്താൽ മതിയല്ലോ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ചെയ്താൽ മതി. മക്കളെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് NB നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് ചെയ്യണം? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ചെയ്താൽ പോരെ? ഷുഗറിന്റെ ഗിവൺ മാസ് നമുക്ക് തന്നിട്ടുണ്ട് 20 ഡിവൈഡഡ് ബൈ. മക്കളെ, ഷുഗർ എന്ന് വെച്ചാൽ ആരാ? ഷുഗർ എന്ന് വെച്ചാൽ അത് സൂക്രോസ് ആണ്. സൂക്രോസിന്റെ മോളിക്കുലർ ഫോമുല എന്തുവാ? C12H22O11 ആണ്. എങ്കിൽ അതിന്റെ മോളിക്കുലർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി എത്ര കാർബൺ ഉണ്ട് മക്കളെ? 12. ഒരു കാർബണിന്റെ എത്രയാ? 12 പ്ലസ് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 22. ഒരു ഹൈഡ്രജന്റെ എത്രയാ? 1. എത്ര ഓക്സിജൻ ഉണ്ട്? 11 ഇൻറ്റു ഓക്സിജന്റെ എത്രയാ? 60. നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 342 gram per mole എന്ന് കിട്ടും. എത്ര എന്ന് കിട്ടും? 342 gram per mole എന്ന് കിട്ടും. അപ്പൊ 20 ഡിവൈഡഡ് ബൈ 342 ചെയ്താൽ പോരെ? നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണക്ക് കൂട്ടാൻ പറ്റും. എത്രയാ? 0.0585 മോൾ എന്ന് കിട്ടും നമുക്ക്.
എത്ര എന്ന് കിട്ടും? 0.0585 മോൾ എന്ന് കിട്ടും. ഇനി വോളിയം തന്നിട്ടുണ്ട്, എത്രയാണ്? 2 ലിറ്റർ എന്ന് തന്നിട്ടില്ലേ? എങ്കിൽ നമുക്ക് മൊളാരിറ്റി കണ്ടുപിടിക്കാം. എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എത്രയാ? 0.0585 ഡിവൈഡഡ് ബൈ വോളിയം എത്രയാ? 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര എന്ന് കിട്ടും? 0.2925 അത്രയും മോൾ പെർ ലിറ്റർ എന്ന് കിട്ടും. ഇതായിരിക്കും എന്ത്? നമ്മുടെ സൊല്യൂഷന്റെ മോളാർ കോൺസെൻട്രേഷൻ. കിട്ടിയോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രഷർ ഈസ് ഡിറ്റർമിൻഡ് ആസ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദി സർഫസ്. പ്രഷർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ ഇല്ലേ? ദ SI യൂണിറ്റ് ഓഫ് പ്രഷർ പാസ്കൽ ഈസ് ആസ് ഷോൺ ബിലോ. 1 പാസ്കൽ ഈക്വൽ ടു 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. മക്കളെ, പ്രഷറിന്റെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ പ്രഷറിന്റെ SI യൂണിറ്റ് നമുക്ക് പറയാം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. കാര്യം പ്രഷർ P കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ അല്ലേ? ഏരിയയുടെ SI യൂണിറ്റ് മീറ്റർ സ്ക്വയർ അല്ലേ? അപ്പം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ഇതിനെയാണ് നമ്മൾ പാസ്കൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു പാസ്കൽ തന്നെയാണ് ഒരു ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട് ദ മാസ് ഓഫ് എയർ അറ്റ് സീ ലെവൽ ഈസ് 1034 ഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, മാസ് തന്നിട്ടുണ്ട് 1034 ഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വെച്ചാൽ മക്കളെ അതിൻ്റെ അർത്ഥം 1034 ഗ്രാം ഇൻ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണ്. കാൽക്കുലേറ്റ് ദ പ്രഷർ ഇൻ പാസ്കൽ. പാസ്കലിലുള്ള പ്രഷർ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മക്കളെ, പ്രഷർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം പ്രഷർ P ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ നമുക്ക് ആദ്യമേ എന്ത് വേണം? ഫോഴ്സ് വേണം. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് മാസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 1034 ഗ്രാം എന്ന് തന്നിട്ടുണ്ട്. അതിനെ കിലോഗ്രാമിലോട്ട് മാറ്റണ്ടേ നമുക്ക്? അപ്പോൾ നമുക്ക് 1034 ഇൻറ്റു 10⁻³ കിലോഗ്രാം, അല്ലെങ്കിൽ 1.034 കിലോഗ്രാം. ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റാൻ 1000 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അതാണ് നമ്മൾ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി 1 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നിട്ടില്ലേ മക്കളെ? 1 സെൻറ്റിമീറ്റർ സ്ക്വയർ നമുക്ക് എന്തിലോട്ട് മാറ്റാം? 1 മീറ്റർ സ്ക്വയറിലോട്ട് മാറ്റാം. അതിനെന്താ ചെയ്യേണ്ടത്? 1 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ എത്രയാണ്? 10⁻² മീറ്റർ അല്ലേ? കാര്യം 100 സെൻറ്റിമീറ്റർ ആണല്ലോ 1 മീറ്റർ. അപ്പോൾ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും മക്കളെ? 1 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് 10⁻⁴ മീറ്റർ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഏരിയ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ ആണേ. അപ്പോൾ ഏരിയ നമുക്കറിയാം. ഏരിയ എത്രയാ? 10⁻⁴ മീറ്റർ സ്ക്വയർ. കിട്ടിയല്ലോ? ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഫോഴ്സ് വേണോ? ഇല്ലേ? ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എടുക്കാം, നമുക്ക് mg എന്ന് എടുക്കാം. അപ്പം മാസ് നമുക്കറിയാം 1.034. ഇത്രയല്ലേ മക്കളെ മാസ് തന്നിരിക്കുന്നത്? ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ജിയുടെ വാല്യൂ എത്രയാ? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മക്കളെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് 10.143 അത്രയും ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അല്ലെങ്കിൽ അത്രയും ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി നമുക്ക് പ്രഷർ കണ്ടുപിടിക്കാൻ എന്താ ബുദ്ധിമുട്ട്? പ്രഷർ P ഈക്വൽ ടു ഫോഴ്സ് നമുക്കറിയാം 10.143 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ ഏരിയ നമുക്കറിയാം 10⁻⁴ മീറ്റർ സ്ക്വയർ. ഓക്കെ, നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും മക്കളെ? 1.0134. ഓക്കെ മക്കളെ, 0134 എന്നല്ലേ ഇവിടെ വരണ്ടേ? ഓക്കെ, 134. ഓക്കെ, അപ്പോൾ 10.134 അത്രയും ന്യൂട്ടൺ, ഇൻറ്റു 10⁵ കൂടെ വരും ഇല്ലേ? കാര്യം ഇത് മുകളിലോട്ട് പോകത്തില്ലേടാ. അപ്പോൾ അത്രയും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും, അല്ലെങ്കിൽ 1.0134 ഇൻറ്റു 10⁵ പാസ്കൽ എന്ന് കിട്ടും നമുക്ക്. കിട്ടിയോ? ഓക്കെ അല്ലേ? അങ്ങനെ നമുക്ക് പറയാം ഈ തന്നിരിക്കുന്ന മാസ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഇവിടുത്തെ പ്രഷർ എത്രയാണ്? 1.0134 ഇൻറ്റു 10⁵ പാസ്കൽ എന്ന് നമുക്ക് പറയാം. ക്ലിയർ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് മാസ്? ഹൗ ഈസ് ഇറ്റ് ഡിഫൈൻഡ്? മക്കളെ, മാസ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ, ഈ മാസ് ഒരുപാട് യൂണിറ്റുകൾ ഉണ്ടെങ്കിലും മാസിൻ്റെ SI യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. മാസിൻ്റെ SI യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്.
ഓക്കെ, കെ ജി എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. എന്താണ് 1 കിലോഗ്രാം? അതിന് കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ ഉണ്ട്. അതായത് നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ് ആൻഡ് മെഷേഴ്സ്, അങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഫ്രാൻസിലാണ്. ഇൻ്റർനാഷണൽ യൂണിറ്റ് ഓഫ് വെയ്റ്റ് ആൻഡ് മെഷേഴ്സ് സർവീസ്, ഇന്റർനാഷണൽ യൂണിറ്റ് ഓഫ് വെയ്റ്റ് ആൻഡ് മെഷർ സർവീസ്, ഫ്രാൻസ്. അവിടെ ഒരു പ്ലാറ്റിനം ഇറിഡിയം സിലിണ്ടർ ഉണ്ട്. ആ പ്ലാറ്റിനം ഇറിഡിയം സിലിണ്ടറിന്റെ മാസിനെയാണ് നമ്മൾ 1 കിലോഗ്രാം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം: 1 കിലോഗ്രാം ഈസ് ദി മാസ് ഓഫ് ദി പ്ലാറ്റിനം ഇറിഡിയം സിലിണ്ടർ പ്രസന്റ് അറ്റ് ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ് ആൻഡ് മെഷർ സർവീസ്, ഫ്രാൻസ്. അങ്ങനെ പറയാം നമുക്ക്. ഓക്കെ, അപ്പോൾ 1 കിലോഗ്രാം ഈസ് ദി mass of platinum iridium cylinder present at International Bureau of Weight and Measure Service, France. ഓക്കെ ആണോ? അങ്ങനെ പറയാം നമുക്ക്. അപ്പോൾ മാസിൻ്റെ അല്ലെങ്കിൽ 1 കിലോഗ്രാമിൻ്റെ ഡെഫിനിഷൻ, ഇങ്ങനെ ഡെഫിനിഷനായിട്ട് പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ NCERT-യിൽ കിടക്കുന്നതുകൊണ്ട് അത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണേ? ഓക്കെ ആണേ? ഇതാണ്ട് മാച്ച് ദ ഫോളോയിങ് പ്രിഫിക്സസ് വിത്ത് ദെയർ മൾട്ടിപ്പിൾസ്. താഴെ തന്നിരിക്കുന്ന പ്രിഫിക്സുകൾ അവരുടെ മൾട്ടിപ്പിളുകളുമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനല്ലേ? ഓക്കെ മക്കളെ, നോക്കാം നമുക്ക്. ആദ്യമേ മൈക്രോ എന്ന് പറഞ്ഞാൽ എത്രയാ? 10⁻⁻6 അല്ലേ മക്കളെ? മൈക്രോ 10⁻⁻6. മക്കളെ, ഡെക്ക എന്ന് പറഞ്ഞാൽ എന്താ? 10⁻1, 10 തന്നെ. ഓക്കെ, അടുത്തതായിട്ട് മെഗ എന്ന് വെച്ചാൽ എത്രയാ മക്കളെ? 10⁻6 അല്ലേ? അതുപോലെ തന്നെ ജിഗ എന്ന് വെച്ചാൽ 10⁻9. ഓക്കെ ആണേ? അടുത്തതായിട്ട് അവസാനമായിട്ട് മക്കളെ എന്താ ഉള്ളത്? ഫെംറ്റോ എന്ന് വെച്ചാൽ എത്രയാ മക്കളെ? 10⁻−15. ഓക്കെ, ഇത് പഠിക്കാൻ നമ്മൾ NCERT-യിൽ ആ ഒരു ചാർട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ചാർട്ട് വെച്ചുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അതൊന്ന് ഓർത്ത് വെച്ചേക്കാം മക്കളെ. വാട്ട് ഡു യു മീൻ ബൈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. നമ്മൾ ഇപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന് സിമ്പിളായിട്ട് പറയുന്ന ഡെഫിനിഷൻ ഇതാണ്: ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഫിഗേഴ്സ് ദാറ്റ് ആർ നോൺ വിത്ത് സർട്ടനിറ്റി പ്ലസ് 1 അൺസർട്ടൈൻ ഫിഗർ. Okay, number of figures with certainty plus 1 uncertain figure. ഓക്കെ, അതായത് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം മെഷർ ചെയ്യുന്നു, ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ലെങ്ത് മെഷർ ചെയ്യുന്നു മക്കളെ. ലെങ്ത് ഇപ്പോൾ ഞാൻ മെഷർ ചെയ്യുന്നു, ലെങ്ത് L = ഇപ്പോൾ 1.43 സെൻറ്റിമീറ്റർ. ഇവിടെ 1ഉം ഈ 4ഉം സർട്ടനാണ്. ഓക്കെ, എന്നാൽ ഈ 3 എന്ന് പറയുന്നത് അൺസർട്ടൻ ആണ്. ഓക്കെ, ആ 3യിൽ നിന്ന് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറാം. ഓക്കെ ആണേ? ക്ലിയർ ആണേ? ഒന്ന് അങ്ങോട്ട് മാറാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഇതിനകത്തുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം എത്രയാണ്? 3 ആണ്. 1, 4, 3. ഇത് ഇത്രയുമാണ് ഇവിടെയുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം. അതിൽ 1ഉം 4ഉം സർട്ടൻ ആയിട്ടുള്ള ഫിഗേഴ്സും 3 എന്ന് പറയുന്നത് അൺസർട്ടൻ ആയിട്ടുള്ള ഫിഗറുമാണ്. അപ്പോൾ നമ്മൾ പറയും നമ്പർ ഓഫ് ഫിഗേഴ്സ് വിത്ത് സർട്ടനിറ്റി പ്ലസ് 1 അൺസർട്ടൻ ഫിഗർ എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കാം. ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ മക്കളെ, എ സാമ്പിൾ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ വാസ് ഫൗണ്ട് ടു ബി സിവിയർലി കണ്ടാമിനേറ്റഡ് വിത്ത് ക്ലോറോഫോം CHCl3 supposed to be carcinogenic in nature. The level of contamination in ppm was 15 ppm by mass. Express this in percent by mass. Determine the molality of chloroform in the water sample. ഓക്കെ, വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല. അതാ നോക്കിക്കോ മക്കളെ. ഒരു ഡ്രിങ്കിങ് വാട്ടറിൻ്റെ സാമ്പിൾ എടുത്തപ്പോൾ അതിനകത്ത് ക്ലോറോഫോം ഉണ്ടായിരുന്നു മക്കളെ. ക്ലോറോഫോം ഇത് ട്രൈക്ലോറോമീഥേൻ എന്നയാളിൻ്റെ കോമൺ നെയിമാണ്, ഫോമുലയാണ് CHCl3. ഓക്കെ ആണേ? അപ്പോൾ ഇതിൻ്റെ ലെവൽ ഓഫ് കണ്ടാമിനേഷൻ എത്രയായിരുന്നു? 15 ppm ആയിരുന്നു, പാർട്സ് പെർ മില്യൺ. ഓക്കെ, അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ബൈ മാസ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ അസ്യൂം ചെയ്യുന്നു: 15 ഗ്രാം ക്ലോറോഫോം ഇൻ 10⁻6 ഗ്രാം
ഓഫ് വാട്ടർ. ഓക്കെ, ഇതാണ് 15 ppm കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാര്യം പാർട്സ് പെർ മില്യൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ, നമ്പർ ഓഫ് പാർട്സ് ഓഫ് വൺ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ കമ്പോണൻറ്റ്സ്. ആ നമ്പർ ഓഫ് പാർട്സ് എന്ന് പറയുമ്പോൾ അത് ഏത് യൂണിറ്റിൽ വേണമല്ലോ, അത് മാസ് ആകാം, വോളിയം ആകാം. ഇവിടെ മാസ് ആണെന്ന് എടുത്ത് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ ആണേ, ക്ലിയർ ആണേ. ഇനി മക്കളെ നമുക്ക് മാസ് പെർസെൻറ്റേജ് വേണം ഇല്ലേ? മാസ് പെർസെൻറ്റേജ് നമുക്ക് കണ്ടുപിടിക്കാം. മാസ് പെർസെൻറ്റേജ്. ഓക്കെ, എങ്ങനെയാണ് മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്? ഇതാ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100 ചെയ്താൽ പോരെ. ഗിവൺ മാസ് എത്രയാണ് മക്കളെ? 15 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എത്രയാ? 10⁻6 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 100 ചെയ്താൽ മതി. ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അപ്രോക്സിമേറ്റ്ലി 1.5 ഇൻറ്റു 10⁻³ എന്ന് കിട്ടും. എന്തുകൊണ്ട് അപ്രോക്സിമേറ്റ്ലി എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ഇത് വളരെ ചെറിയൊരു നമ്പറാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് 1.5 ഇൻറ്റു 10⁻³ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ട? മൊളാലിറ്റി വേണം ഇല്ലേ? മൊളാലിറ്റി വേണം. മൊളാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവൻറ്റ് ഇൻ കിലോഗ്രാം ചെയ്യാമല്ലോ. ഓക്കെ, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ ഗ്രാം എന്ന് ചെയ്താലും മതി. ഇവിടെ മക്കളെ നമുക്കിതാ എന്തൊക്കെ വേണം? നമ്പർ ഓഫ് മോൾസ് വേണം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ക്ലോറോഫോം ആണ്. ഗിവൺ മാസ് 15 ഡിവൈഡഡ് ബൈ മക്കളെ ക്ലോറോഫോമിൻ്റെ മാസ് നമുക്ക് കണ്ടുപിടിക്കണം. ഒരു കാർബൺ 12, ഒരു ഹൈഡ്രജൻ 1, ഒരു 3 ക്ലോറിൻ 3 ഇൻറ്റു 35.5 ചെയ്യുമ്പോൾ നമുക്ക് 119.5 എന്ന് കിട്ടും. നമ്പർ ഓഫ് മോൾസ് കിട്ടിയില്ലേ? ഇനി മാസ് ഓഫ് സോൾവെൻറ്റ് വേണമെങ്കിൽ മാസ് ഓഫ് സൊല്യൂഷൻ മൈനസ് മാസ് ഓഫ് സൊല്യൂട്ട് ചെയ്താൽ പോരെ. ഓക്കെ ആണോ? സൊല്യൂട്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ മാസ് ഓഫ് സൊല്യൂഷൻ എത്രയാണ് മക്കളെ? 10⁻6 അല്ലേ? ഓക്കെ, അത്രയും ഗ്രാം അല്ലേ? മൈനസ് മാസ് ഓഫ് 15. ഓക്കെ ആണോ? ഇനി നമുക്ക് എന്താ ചെയ്യാം? ഇത് മാസ് ഓഫ് സോൾവെൻറ്റ് കിട്ടുവേ. ഇനി നമുക്ക് മൊളാലിറ്റി കണ്ടുപിടിക്കാം. മൊളാലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് 15 ഡിവൈഡഡ് ബൈ 119.5 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ മാസ് ഓഫ് സോൾവെൻറ്റ് ഓക്കെ മൈനസ് 15. ഇത് ഗ്രാമിലായതുകൊണ്ട് ഇൻറ്റു എന്ത് കൊടുക്കുക? 1000 കൊടുക്കുക. ഓക്കെ ആണോ? ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടുമെന്നറിയോ? 1.25 ഇൻറ്റു 10⁻⁻4 എന്ന് കിട്ടും. അത്രയും മോൾ പെർ കിലോഗ്രാം അല്ലെങ്കിൽ മോളാൽ എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ എക്സ്പ്രസ് ദിസ് പെർസെൻറ്റേജ് ബൈ മാസ്, നമ്മൾ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിച്ചു. രണ്ടാമതായിട്ട് മൊളാലിറ്റിയും കണ്ടുപിടിച്ചു. കിട്ടിയോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് ദ ഫോളോയിങ് ഇൻ സയൻറ്റിഫിക് നൊട്ടേഷൻ. തന്നിരിക്കുന്ന ആളുകളെ സയൻറ്റിഫിക് നൊട്ടേഷനിൽ കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഓരോ ആളുകളായിട്ട് നമുക്ക് എന്തിലോട്ട് കാണിക്കാം? സയൻറ്റിഫിക് നൊട്ടേഷനിലോട്ട് കാണിക്കാം. ഓക്കെ ആണേ? നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന കാര്യമൊന്നുമല്ല. ആദ്യത്തെ ആൾ 0.0048. ഇനി നമുക്കതാ ഇങ്ങനെ എഴുതാം, 4.8 എന്ന് എഴുതാം. ഇൻറ്റു 10⁻² ചെയ്താൽ പോരെ. കാര്യം നമ്മൾ 2 ഡിജിറ്റുകൾ 4.8 ഇൻറ്റു 10⁻² അല്ലല്ലോ മക്കളെ വരണ്ടേ, 10⁻³ എന്നല്ലേ വരണ്ടേ. കാര്യം നമ്മൾ 3 ഡിജിറ്റുകളെ ഇങ്ങോട്ടല്ലേ കൊണ്ടുവന്നത്. എപ്പോഴും ഓർക്കുക, സയൻറ്റിഫിക് നൊട്ടേഷൻ കാണിക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നമ്മൾ ഈ പറയുന്ന ആളിനെ അല്ലെങ്കിൽ ഈ പറയുന്ന ഡെസിമൽ പോയിന്റിനെ ലെഫ്റ്റിലോട്ടാണോ റൈറ്റിലോട്ടാണോ കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ നോക്കുക. തന്നിരിക്കുന്ന ഡെസിമൽ പോയിന്റിനെ നമ്മൾ റൈറ്റിലോട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മൾ പവറായിട്ട് നെഗറ്റീവ് നമ്പർ കൊടുക്കണം. തന്നിരിക്കുന്ന ആളിനെ നമ്മൾ ലെഫ്റ്റിലോട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിൽ പവറായിട്ട് പോസിറ്റീവ് നമ്പറും കൊടുക്കണം. ഓക്കെ ആണേ? അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ എഴുതാം? 4.8 ഇൻറ്റു 10⁻³ എന്ന് എഴുതാമല്ലോ. ഓക്കെ അല്ലേ? അടുത്ത ആൾ നോക്കണം മക്കളെ. 234,000 ഇങ്ങനല്ലേ തന്നിരിക്കുന്നത്. ഇതിനെ സയൻറ്റിഫിക് നൊട്ടേഷനിൽ എഴുതാൻ വേണ്ടി ഞാൻ 2.34 എന്ന് എഴുതുന്നു. ഇൻറ്റു 10⁻. നമ്മളിതാ ഇവിടെ ഇരുന്ന ഡെസിമലിനെ ഇങ്ങോട്ടല്ലേ കൊണ്ടുപോയത്? 1 2 3 4 5 സ്ഥാനം ഇങ്ങോട്ട് കൊണ്ടുപോയില്ലേ? അപ്പോൾ ഇൻറ്റു 10⁻5 എന്ന് എഴുതാം. കിട്ടിയോ? ഓക്കെ അല്ലേ? 8008. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 8.008 ഇൻറ്റു 10⁻. ഇവിടെ ഇരുന്ന ഡെസിമലിനെ നമ്മൾ ഇങ്ങോട്ടല്ലേ കൊണ്ടുപോയത്. അപ്പോൾ 10⁻3.
ഓക്കെ ആണോ? 500.0 ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 5.000 ഓക്കെ ഇൻറ്റു 10⁻² എന്ന് എഴുതാം. ഓക്കെ, ഇതാ ഇവിടെ ഇരുന്ന ഡെസിമൽ നമ്മൾ 2 സ്ഥാനം ഇങ്ങോട്ടല്ലേ കൊണ്ടുപോയത്. അടുത്ത 6.0012 ഇനി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ഇൻറ്റു 10⁻0 എന്ന് എഴുതിയാൽ മതി. 10⁻0 എന്ന് വെച്ചാൽ 1. സയൻറ്റിഫിക് നൊട്ടേഷനിൽ കാണിക്കാൻ പറഞ്ഞോളൂ, നമ്മൾ ഇൻറ്റു 10ൻ്റെ പവറായിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഇൻറ്റു 10⁻0 എന്ന് എഴുതി. കിട്ടിയോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ദാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ ദി ഫോളോയിങ്? തന്നിരിക്കുന്ന ആളുകളിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന്. ദാ ഒന്നാമത്തെ ആരാ മക്കളെ? ഒന്നാമത്തെ ആൾ 0.0025. ഓക്കെ, ഇനി നമുക്ക് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കാണാൻ പറ്റും മക്കളെ? 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അല്ലേ? അപ്പോൾ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അടുത്ത രണ്ടാമത്തെ ആൾ 208. 208നകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കാണാൻ പറ്റും? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കാണാൻ പറ്റും. മൂന്നാമതായിട്ട് എത്ര? 5005. ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കാണാൻ പറ്റും? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കാണാൻ പറ്റും. നാലാമതായിട്ട് 126.000. ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. സിഗ്നിഫിക്കൻറ്റ് ഫിഗറിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ള റൂളുകളെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ആൻസർ മാത്രം പറയുന്നത്. മക്കളെ, അഞ്ചാമതായിട്ട് നമുക്ക് എത്ര? 500.0 ഇതല്ലേ തന്നിരിക്കുന്നത്. ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ കാണാൻ പറ്റും? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ കാണാൻ പറ്റുമെന്ന് ഓർക്കുക. കാര്യം ഡെസിമലിന് ശേഷം വരുന്ന പോയിന്റുകൾക്ക്, അല്ലെങ്കിൽ ഡെസിമലിന് ശേഷം നമ്മൾ വരുന്ന, അതായത് ലെഫ്റ്റിലോട്ട് വരുന്ന ആളുകൾ, ഡെസിമലിന് ശേഷം റൈറ്റിലോട്ട് വരുന്ന സീറോസിനെ നമ്മൾ എടുത്താൽ അതിന് എന്തുണ്ട്? സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആറാമതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 2.0034. ഓക്കെ, നിങ്ങൾ ലെക്ചർ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ ലെക്ചർ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ അതിനകത്ത് നമുക്കിത് വ്യക്തമായിട്ട് നമ്മൾ സാർ എടുത്ത് പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. 2.0034. ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടെന്ന് ചോദിച്ചാൽ 1, 2, 3, 4, 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സും കാണാൻ പറ്റും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അത് കറക്റ്റായിട്ട് മനസ്സിലാക്കണേ മക്കളെ. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. അടുത്ത നോക്കാം. റൗണ്ട് അപ്പ് ദി ഫോളോയിങ് അപ് ടു 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. തന്നിരിക്കുന്ന ആളുകളെ നമ്മൾ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലോട്ട് റൗണ്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ആളാരാന്ന് നോക്കാം മക്കളെ? 34.216. ഇതിനെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലോട്ട് റൗണ്ട് ചെയ്യാൻ പറയുമ്പോൾ 34.2 എന്ന് റൗണ്ട് ചെയ്യാം. കാര്യം 2 കഴിഞ്ഞ് വരുന്ന ഡിജിറ്റ് 1 ആണ്, 5ൽ താഴെയാണ്. സോ അതിനെ എടുത്ത് കളയാൻ നമ്മളിവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത 10.4107. ഇതിനെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലോട്ട് റൗണ്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ 10.4 എന്ന് എഴുതിയാൽ മതി. 4 കഴിഞ്ഞ് വരുന്ന ഡിജിറ്റ് 1 ആണ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത 0.04597. ഇതിനെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലോട്ട് റൗണ്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ 0.04 എന്ന് റൗണ്ട് ചെയ്യുക. 4 കഴിഞ്ഞ് വരുന്ന ഡിജിറ്റ് എന്താണ്? 5 ആണ്. ഓക്കെ, അപ്പോൾ 4 കഴിഞ്ഞ് വരുന്ന ഡിജിറ്റ് 5 ആണ്. നമുക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അല്ലേ വേണ്ടത്. അപ്പോൾ 5 വരെ നമുക്ക് വേണം. പക്ഷേ 5 കഴിഞ്ഞ് വരുന്ന ഡിജിറ്റ് എന്താണെന്ന് നോക്കിയാൽ മക്കളെ? 9 അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ നമ്മൾ കളയേണ്ട. കാര്യം 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന 3 പേരല്ലേ ഉള്ളൂ. ആദ്യത്തെ 0 നമ്മൾ കൂട്ടുന്നില്ലല്ലോ. അപ്പോൾ 5 കഴിഞ്ഞ് വരുന്ന ഡിജിറ്റ് 9 ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ +1 ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? 0.046 എന്ന് എഴുതാം. നമുക്ക് റൗണ്ട് ചെയ്ത് എന്താണെന്ന് എഴുതാം? 0.046 എന്ന് എഴുതാം നമുക്ക്. മക്കളെ, അടുത്ത 2808. ഇതിനെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലോട്ട് റൗണ്ട് ചെയ്യണം. അപ്പോൾ അതാ ഇത്രയല്ലേ ഉള്ളൂ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അപ്പോൾ 28 എന്തെന്ന് എഴുതാം? 10 എന്ന് എഴുതാം നമുക്ക്. ഈ 0യെ കഴിഞ്ഞ് ഇവിടെ വെച്ചാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ 5ന് മുകളിലുള്ള നമ്പർ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? 1 എന്ന് കൊടുക്കണം. 2810 എന്നായിരിക്കും നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്? റൗണ്ട് ചെയ്ത് എഴുതുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ. ദി ഫോളോയിങ് ഡേറ്റ ആർ ഒബ്റ്റൈൻഡ് വെൻ ഡൈനൈട്രജൻ ആൻഡ് ഡൈഓക്സിജൻ റിയാക്ട് ടുഗദർ ടു ഫോം ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ്. ദാ നൈട്രജനും ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്ത് വ്യത്യസ്ത കോമ്പൗണ്ടുകൾ കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റാസ് ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ മക്കളെ നോക്കേ, ആദ്യത്തെ ഫസ്റ്റ് കോമ്പൗണ്ടിനകത്ത് അല്ലെങ്കിൽ ഒന്നാമത്തെ കോമ്പൗണ്ടിനകത്ത് നൈട്രജൻ 14 ഗ്രാം, ഓക്സിജൻ 16 ഗ്രാം. രണ്ടാമത്തെ കോമ്പൗണ്ടിൽ നൈട്രജൻ 14 ഗ്രാം, ഓക്സിജൻ 32 ഗ്രാം. മൂന്നാമത്തെ കോമ്പൗണ്ടിൽ നൈട്രജൻ 28 ഗ്രാം, ഓക്സിജൻ 32 ഗ്രാം. നാലാമത്തെ കോമ്പൗണ്ടിൽ നൈട്രജൻ 28 ഗ്രാം, ഓക്സിജൻ 80 ഗ്രാം. ഈ രീതിയിലല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും ഇത് ഏതാ, വിച്ച് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഈസ് ഒബെയ്ഡ് ബൈ ദ എബോവ് എക്സ്പെരിമെന്റൽ ഡേറ്റ. തന്നിരിക്കുന്ന ഈ ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ട ഏത് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനുമായിട്ട് ബന്ധപ്പെട്ട
കാര്യങ്ങളാണ് ഈ ഡേറ്റ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഗീവ് ഇറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തരിക എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ പാർട്ട്. അപ്പോൾ മക്കളെ ഏതാ നോക്കിക്കേ, ഈ ഡേറ്റാസ് വെച്ച് മാത്രം നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. ഇവിടെ എന്താ പറയുന്നത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക മക്കളെ. നൈട്രജൻ ഓക്സിജൻ എന്ന് പറയുന്ന രണ്ട് എലമെൻറ്റുകൾ തമ്മിൽ കൂടിച്ചേർന്ന് ഒന്നിലധികം കോമ്പൗണ്ടുകൾ കിട്ടുന്ന കേസാണ് ഈ പറയുന്നത്. ഇവിടെ നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും കേസിൽ മാസുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ കോമ്പൗണ്ടിൽ നൈട്രജൻ 14, ഓക്സിജൻ 16, രണ്ടാമത്തെ കോമ്പൗണ്ടിൽ നൈട്രജൻ 14, ഓക്സിജൻ 32, ഇങ്ങനെയല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ മാസ് ഫിക്സഡ് ആണോ നോക്കിയ മക്കളെ. നൈട്രജൻ്റെ മാസ് എന്താണ്? ഫിക്സഡ് ആണ്. അപ്പോൾ ഫിക്സഡ് അല്ലാത്ത വേരിയബിൾ മാസുള്ള ആരാ? ഓക്സിജൻ. ഓക്സിജൻ്റെ വെയിറ്റിൻ്റെ റേഷ്യോ നോക്കാം നമുക്ക്. ഓക്സിജൻ്റെ വെയിറ്റിൻ്റെ റേഷ്യോ നമുക്ക് എങ്ങനെ പറയാം? 16:32 അല്ലെങ്കിൽ 1:2 എന്ന് പറഞ്ഞൂടെ. ഇതൊരു സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ അല്ലേ? ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഏത് ലോയാ ഇവിടെ പറയുന്നത്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടില്ലേ മക്കളെ? എന്താ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്? ഇഫ് ടു എലമെന്റ്സ് ക്യാൻ കമ്പൈൻ ടുഗദർ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട് ദെൻ ദി മാസ് ഓഫ് വൺ എലമെന്റ് ദാറ്റ് കമ്പൈൻസ് വിത്ത് ദ ഫിക്സഡ് മാസ് ഓഫ് അതർ എലമെന്റ് വിൽ ബി ഇൻ എ റേഷ്യോ സ്മാൾ ഹോൾ നമ്പേഴ്സ്. ഇങ്ങനെയല്ലേ നമ്മൾ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ നമുക്കിത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആണെന്ന് മനസ്സിലായി. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. ഓക്കെ ആണേ. ദാ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാടാ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇൻ ദ ഫോളോയിങ് കൺവേർഷൻ. തന്നിരിക്കുന്ന കൺവേർഷനുകൾ ചെയ്യാനാണ് പറയുന്നത്. അതായത് നമുക്കറിയാം ഓരോ ക്വാണ്ടിറ്റീസും പലതരം യൂണിറ്റുകളിലായിട്ട് കാണാൻ പറ്റും ഇല്ലേ? അപ്പോൾ ഒരു യൂണിറ്റിൽ നിന്ന് എങ്ങനെ മറ്റൊരു യൂണിറ്റിലോട്ട് മാറ്റാം? ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡൈമെൻഷണൽ അനാലിസിസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. യൂണിറ്റ് ഫാക്ടർ മെത്തേഡൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എപ്പോഴും അത് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് എത്ര പെട്ടെന്ന് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലോട്ട് എത്താം. അപ്പോൾ ദാ ഇവിടെ തന്നിരിക്കുന്ന 1 കിലോമീറ്റർ എത്ര മില്ലിമീറ്റർ ആണ്, എത്ര പൈക്കോമീറ്റർ ആണ്, 1 മില്ലിഗ്രാം എത്ര കിലോഗ്രാം ആണ്, എത്ര നാനോഗ്രാം ആണ്, 1 മില്ലി ലിറ്റർ എത്ര ലിറ്റർ ആണ്, എത്ര ഡെസിമീറ്റർ ക്യൂബ് ആണ്. ഇത് മൂന്നുമാണ് ചെയ്യേണ്ടത് മക്കളെ. ഇതിൽ ആദ്യത്തെ സാർ അതാ ചെയ്തു തരാം, ബാക്കിയെല്ലാം നിങ്ങൾ തന്നെ ചെയ്യണം. ഓക്കെ ആണേ. ബാക്കിയുള്ളതിൻ്റെ ആൻസർ ഞാൻ പറയും കേട്ടോ. അപ്പോൾ 1 കിലോമീറ്റർ എത്ര മില്ലിമീറ്റർ ആണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ നോക്കുന്നത്. ഓക്കെ, 1 കിലോമീറ്റർ എത്ര മില്ലിമീറ്റർ ആണ്? ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് മക്കളെ? ഏതാ നോക്കിക്കോ. 1 കിലോമീറ്ററിനെ നമുക്ക് ആദ്യമേ എന്തിലോട്ട് മാറ്റാം? മീറ്ററിലോട്ട് മാറ്റാം. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാണ് മക്കളെ? 1000 മീറ്റർ ആണ് ഇല്ലേ? 1000 മീറ്റർ ഡിവൈഡഡ് ബൈ 1 കിലോമീറ്റർ. ഇനി 1 മീറ്ററിനെ നമുക്ക് നാനോമീറ്ററിലോട്ട് മാറ്റാം. 1 മീറ്റർ എന്ന് വെച്ചാൽ എത്ര നാനോമീറ്റർ ആണ് മക്കളെ? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ എത്രയാണ്? 10⁹9 നാനോമീറ്റർ ആണ് ഇല്ലേ? 10⁻9 നാനോമീറ്റർ ആണ്. ഓക്കെ അല്ലേ? അല്ല, മില്ലിമീറ്ററിലോട്ടല്ലേ മക്കളെ മാറ്റണ്ടേ? അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണ്? 10⁻3 മില്ലിമീറ്റർ ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി നമുക്ക് എഴുതാമല്ലോ. അതാ നോക്കിക്കോ. മീറ്റർ പോയി, കിലോമീറ്റർ പോയി. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ? 1000 × 10⁻3. 1000 എന്ന് പറഞ്ഞാൽ 10⁻3 തന്നെ. അപ്പോൾ 1000 × 1000 നമുക്ക് എത്ര കിട്ടും? 10⁻6. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്ററാ? 10⁻6 മില്ലിമീറ്റർ. അത് നമുക്കത് ഇങ്ങോട്ടൊന്ന് എഴുതി വെക്കാം. 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ 10⁻6 മില്ലിമീറ്റർ ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അത് കിട്ടിയില്ലേടാ? അടുത്ത രണ്ടാമത്തെ നോക്കാം നമുക്ക്. അടുത്ത എന്താ വേണ്ടത്? 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര പൈക്കോമീറ്റർ ആണ് എന്നുള്ളത് അടുത്തയായിട്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മക്കളെ നമുക്ക് നോക്കാം. 1 കിലോമീറ്റർ, അതിനെ നമുക്കത് ആദ്യമേ മീറ്ററിലോട്ട് മാറ്റാം. 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് പൈക്കോമീറ്ററിലോട്ട് മാറ്റാം. 10⁻⁻12. 10⁻⁻12 അല്ലേ? 10⁻⁻12 എന്താണ്? പൈക്കോമീറ്റർ ആണ്. അല്ല, 10⁻12 പൈക്കോമീറ്റർ ആണ് മക്കളെ. 10⁻12 പൈക്കോമീറ്റർ ആണ് 1 മീറ്റർ. നമ്മൾ തിരിച്ചാണ് സാറ് പറഞ്ഞത്. അതായത് നമുക്കറിയാം ആ കൺവേർഷൻ ഞാൻ ഇങ്ങോട്ട് എഴുതിയിരിക്കാം. 1 പൈക്കോമീറ്റർ ആണ് 10⁻⁻12 മീറ്റർ. അപ്പം 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര പൈക്കോമീറ്റർ ആയിരിക്കും? 10⁻12 പൈക്കോമീറ്റർ ആയിരിക്കും. ഓക്കെ, നമ്മൾ എഴുതിയേ? ക്ലിയർ ആണേ? അപ്പോൾ നമുക്കതാ ഇതിനെ എന്താ? മീറ്റർ പോയി, കിലോമീറ്റർ പോയി. എത്രയാ? നമുക്ക് 10⁻12 × 10⁻3 10⁻15 അത്രയും പൈക്കോമീറ്റർ എന്ന് കിട്ടത്തില്ലേ? 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ മക്കളെ എത്രയാ?
10⁻15 പൈക്കോമീറ്റർ ആണ്. 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ 10⁻15 പൈക്കോമീറ്റർ ആണ്. അപ്പോൾ 10⁻15 എന്ന് പറയുന്ന ആൻസർ നമുക്കിവിടെ എഴുതാൻ പറ്റും. അപ്പോൾ മക്കളെ ദാ 1 കിലോമീറ്റർ എത്ര മില്ലിമീറ്റർ ആ 10⁻6 മില്ലിമീറ്റർ ആണ്. അതുപോലെ തന്നെ 1 കിലോമീറ്റർ എത്ര പൈക്കോമീറ്റർ ആ 10⁻15 പൈക്കോമീറ്റർ ആണ്. ഈ രീതിയെ, ഈ മെത്തേഡിനെയല്ലേ നമ്മൾ യൂണിറ്റ് ഫാക്ടർ മെത്തേഡ് അല്ലെങ്കിൽ ഡൈമെൻഷണൽ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് ഓർത്ത് വെച്ചിരിക്കുക മക്കളെ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഈ പറഞ്ഞ രണ്ടാളുകളുടെയും കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ആൻസർ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് നോക്കാം. 1 മില്ലിഗ്രാം എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആണ് മക്കളെ? 1 മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ അത് ഏകദേശം 10⁻⁻6 കിലോഗ്രാം ആണ്. 1 മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാമാ? 10⁻⁻6 കിലോഗ്രാം ആണ്. അത് ഓർത്ത് വെച്ചിരിക്കുക മക്കളെ. ഇനി അത് എത്ര നാനോഗ്രാം ആണ്? 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര നാനോഗ്രാം ആണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 10⁻6 നാനോഗ്രാമുമാണ്. കിട്ടിയോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി 1 മില്ലി ലിറ്റർ എത്ര ലിറ്റർ ആണ്? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ അല്ലേ? അപ്പോൾ 1 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 10⁻³ ലിറ്റർ ആയിരിക്കും. ഇനി 1 ലിറ്ററും 1 ഡെസിമീറ്റർ ക്യൂബും സെയിം ആണെന്ന് നമ്മൾ വോളിയം പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടില്ലേ? അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? 10⁻³ ഡെസിമീറ്റർ ക്യൂബിനും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് 3 × 10⁻8 മീറ്റർ പെർ സെക്കൻഡ്. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ലൈറ്റ് ഇൻ 2 നാനോ സെക്കൻഡ്. മക്കളെ, ലൈറ്റിൻ്റെ സ്പീഡ് തരുന്നുണ്ട്. ലൈറ്റിൻ്റെ സ്പീഡ് എത്രയാണെന്നാണ് തരുന്നത്? 3 × 10⁻8 മീറ്റർ പെർ സെക്കൻഡ് ആണ് തരുന്നുണ്ട്. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു വാല്യൂ തന്നെയാണ്. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ലൈറ്റ് ഇൻ 2 നാനോ സെക്കൻഡ്. അപ്പോൾ ലൈറ്റിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി, അതിനെ നമ്മൾ പൊതുവേ സി കൊണ്ടല്ലേ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സി തരുന്നുണ്ട്. എത്രയാണ്? 3 × 10⁻8 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ ആണേ. ഇനി ഒരു ടൈം തരുന്നുണ്ട്. T = 2 നാനോ സെക്കൻഡ്. എത്രയാ? 2 നാനോ സെക്കൻഡ് എന്ന് വെച്ചാൽ എത്രയാ മക്കളെ? 2 × 10⁻⁻9 സെക്കൻഡ്. ഓക്കെ ആണേ? ക്ലിയർ ആണേ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് = സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ പോരെ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ മതി നമ്മൾ. അങ്ങനെയാണെങ്കിൽ മക്കളെ ഏതാണെന്ന് നോക്കിയോ. സ്പീഡ് നമ്മുടെ കയ്യിലുണ്ട് 3 × 10⁸. ടൈം നമ്മുടെ കയ്യിലുണ്ട് 2 × 10⁻⁻9. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 6 × 10⁻⁻1 അല്ലെങ്കിൽ 0.6 മീറ്റർ എന്ന് കിട്ടും. കിട്ടിയോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാടാ. ഇൻ എ റിയാക്ഷൻ A + B2 ഗിവ്സ് AB2. ഐഡന്റിഫൈ ദ ലിമിറ്റിംഗ് റിയേജന്റ് ഇഫ് എനി ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ മിക്സ്ചേഴ്സ്. ഓക്കെ മക്കളെ, ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് നമ്മുടെ മുമ്പിലോട്ട് തന്നിരിക്കുന്നത്. എന്താ നമ്മുടെ റിയാക്ഷൻ? ദാ A + B2 ഗിവ്സ് AB2. A + B2 ഗിവ്സ് AB2. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ഈ റിയാക്ഷൻ കണ്ടതിന് ശേഷം ഇതിൽ നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതുന്നു. നമ്മൾ സ്റ്റോഷിയോമെട്രി പഠിച്ചിട്ടില്ലേ? സ്റ്റോഷിയോമെട്രിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എഴുതാൻ പോവാം. നോക്കിക്കോ മക്കളെ. ഒന്നാമതായിട്ട് ഞാൻ പറയുന്നു, 1 മോള് A 1 മോള് ബിയുമായിട്ട് കൂടിച്ചേരുന്നു. 1 മോള് AB2 ആയിട്ട് മാറുന്നു. കണ്ടേ? ഓക്കെ ആണേ? ക്ലിയർ ആണേ? അടുത്തതായിട്ട് ഞാൻ എന്താ പറയുന്നത് നോക്കിയോ. ദാ ഒരു ആറ്റം A 1 മോളിക്യൂള് ബിയുമായിട്ട് കൂടിച്ചേരുന്നു. 1 മോളിക്യൂള് AB2 ആയിട്ട് മാറുന്നു. ഓക്കെ, ക്ലിയർ ആണേ? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നോക്കി വെച്ചോ. ഉറപ്പാണേ? ഇനി ദാ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോണേ മക്കളെ. നമുക്ക് ഓരോ കേസുകളായിട്ട് നോക്കാം. ആദ്യത്തെ കേസിൽ എന്താ? 300 ആറ്റംസ് ഓഫ് A 200 മോളിക്യൂൾസ് ഓഫ് B. നമുക്കിതാ ഇവിടെ തന്നെ എഴുതാവുന്നേ ഉള്ളൂ മക്കളെ. 300 ആറ്റം എയും 200 മോളിക്യൂൾ ബിയും തമ്മിൽ റിയാക്ട് ചെയ്താൽ ലിമിറ്റിംഗ് റിയേജന്റ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ പഠിച്ചു ഒരു ആറ്റം എക്ക് 1 മോളിക്യൂൾ ബി വേണം. അപ്പം 300 ആറ്റം എക്ക് എത്ര വേണം? 300 മോളിക്യൂൾ ബി വേണം. ഇവിടെ എത്രയേ ഉള്ളൂ? 200 മോളിക്യൂൾ ബിയേ ഉള്ളൂ. സോ അളവിൽ കുറവാരാ? ബി അല്ലേ? സോ ആരാ ലിമിറ്റിംഗ് റിയേജന്റ്? ബി ആണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജന്റ്. കിട്ടിയോ?
ഓക്കെ അല്ലേ? നമ്മൾ ഐഡന്റിഫൈ ദ ലിമിറ്റിംഗ് റിയേജന്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ നമ്മൾ ഇവിടെയുള്ള ലിമിറ്റിംഗ് റിയേജന്റ് ആരാണെന്ന് കണ്ടുപിടിക്കുക. ഇനി അടുത്ത നോക്ക്, 2 മോള് എ 3 മോള് ബിയുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. മക്കളെ 1 മോള് എക്ക് റിയാക്ട് ചെയ്യാൻ 1 മോള് ബി വേണം, 3 മോള് ബിക്ക് റിയാക്ട് ചെയ്യാൻ 3 മോള് എ വേണം. പക്ഷേ ഇവിടെ എത്രയേ ഉള്ളൂ? 2 മോള് എ അല്ലേ ഉള്ളൂ. സോ ആരാണ് ലിമിറ്റിംഗ് റിയേജന്റ്? എ ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. കണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം ചെയ്യാനായിട്ട്. മനസ്സിലായില്ലേ? ഓക്കെ. അടുത്ത 100 ആറ്റംസ് ഓഫ് എ 100 മോളിക്യൂൾ ബിയുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. നമുക്കറിയാം ഒരു ആറ്റം എക്ക് 1 മോളിക്യൂൾ ബി, 100 ആറ്റം എക്ക് 100 മോളിക്യൂൾ ബി. അത് കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് പറയാം there is no limiting reagent. ഇവിടെ എന്തില്ല? ലിമിറ്റിംഗ് റിയേജന്റ് ഇല്ല. ഓക്കെ ആണ്. 5 മോള് എ 2.5 മോള് ബി. മക്കളെ 5 മോള് എക്ക് റിയാക്ട് ചെയ്യാൻ 5 മോള് ബി ആണ് വേണ്ടത്. നമ്മുടെ കയ്യിൽ 2.5 മോളേ ഉള്ളൂ. സോ ആരാണ് ലിമിറ്റിംഗ് റിയേജന്റ്? ബി ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. 2.5 മോളെ 5 മോള് ബി, ആരായിരിക്കും ലിമിറ്റിംഗ് റിയേജന്റ്? എ ആയിരിക്കും ലിമിറ്റിംഗ് റിയേജന്റ്. കണ്ടോ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ അതിന് പറഞ്ഞതിൻ്റെ കാരണം, അതിൻ്റെ പിന്നിലെ റീസൺ നമ്മൾ പറഞ്ഞത് നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കുക മക്കളെ. അതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?